കോവളത്ത് സഹോദരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവ് പിടിയിൽ. വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനി സ്വദേശി മുഹമ്മദ് ആഷിഖാണ് പിടിയിലായത്. കുടുംബ വഴക്കിനിടെയാണ് ആക്രമണം. വെട്ടേറ്റ ഹാഷിം ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. അശ്വിൻ ഡിയാഗോ വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത്? മാധു, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. മുഹമ്മദ് ആഷിഖ് 25 വയസ്സുകാരനാണ്. ഇയാളാണ് സഹോദരനായിട്ടുള്ള മുഹമ്മദ് ഹാഷിമിനെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അക്രമത്തിൽ പരിക്കേറ്റിട്ടുള്ള മുഹമ്മദ് ഹാഷിം സ്ഥിരമായി വീട്ടിലെത്തി വഴക്കുണ്ടാക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഇന്നലെയും ഈ മുഹമ്മദ് ഹാഷിമും അതുപോലെ തന്നെ അമ്മയും സഹോദരിയും വലിയ തരത്തിൽ വാക്കേറ്റമുണ്ടാവുകയും പ്രശ്നമുണ്ടാവുകയും ചെയ്തിരുന്നു. ഈ പ്രശ്നത്തിനിടെ ഈ ഹാഷിമിന്റെ അമ്മ ബോധരഹിതയായി വീഴുകയും തുടർന്ന് വിഴിഞ്ഞത്തെ ആശുപത്രിയിലേക്ക് ഈ സഹോദരി അമ്മയെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ വിവരമറിഞ്ഞാണ് ഈ മുഹമ്മദ് ആഷിഖ് ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ആശുപത്രിയിൽ വെച്ച് ആഷിഖും ഹാഷിമും ഇരുവരും തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടാകുന്നു. ഈ അമ്മ ബോധരഹിതയായതിനെ തുടർന്നും ഈ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുന്നതിനെ ചൊല്ലിയുമാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നത്. ഈ വാക്കേറ്റത്തിനൊടുവിൽ ഈ ഹാഷിം ആദ്യം തന്റെ കയ്യിലുണ്ടായിരുന്ന ഈ വെട്ടുകത്തി ഉപയോഗിച്ച് ആഷിഖിനെയാണ് ആക്രമിക്കാൻ നോക്കിയത്. ഇതിനിടയിലാണ് ആഷിഖ് ഈ വെട്ടുകത്തി ഉപയോഗിച്ച് ഹാഷിമിന്റെ തലയിൽ വെട്ടിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആദ്യം ആ ആശുപത്രിയിൽ തന്നെ ചികിത്സ നൽകിയെങ്കിലും പിന്നീട് മുറിവ് ഗുരുതരമായതിനാൽ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ ആഷിഖിനെ കോവളം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഹാഷിം ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. മധു, അശ്വിൻ ഡിയാഗോ വിവരങ്ങൾ നൽകിയത്.